കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ തല്ലി വളർത്തിയാലും അടിച്ചു വളർത്തിയാലും എങ്ങനെ വളർത്തിയാലും നന്നാകാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്നറിയോ? നന്നാകാൻ പോകുന്നില്ലെന്ന് പറയാനുള്ള കാരണം എന്നറിയോ? ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോണും ഇൻസ്റ്റാഗ്രാമാണ് മെയിനായിട്ട്. ഞാൻ വേറെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറയത്തില്ല. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്നറിയുമോ? കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വഴിതെറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഇൻസ്റ്റാഗ്രാമാണ്. കാര്യം എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ചൊറിയും, എനിക്കറിയാം ചൊറിയുമെന്നറിയാം. ഞാനിത് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നവർക്കും ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ തലയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്കും ചൊറിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ചൊറിഞ്ഞോട്ടെ, എനിക്കൊരു കോപ്പുമില്ല. കാര്യം എന്നറിയോ? പറയാനുള്ള കാര്യം പറയണം. ഇന്നലെയും കണ്ട് 16 വയസ്സുള്ളൊരു പെൺകുട്ടി കാണുവാനില്ല എന്നുള്ളത്. പക്ഷേ മുൻപൊക്കെ നമുക്കറിയാം, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ കാണാതായെന്നുള്ളൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സങ്കടം വരും, വിഷമം വരും അല്ലേ? ആ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇന്നലെ കണ്ട ആ വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് കറക്റ്റാണ്. ആ കമൻറ്റുകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യം തന്നെയാണ്. കാരണം എനിക്ക് മാത്രം തോന്നുന്ന കാര്യമല്ല, അപ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ തോന്നുന്നത് ഒരേ കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് എന്നറിയോ? മുഴുവൻ ആ പെൺകുട്ടീനെയും അവരുടെ വീട്ടുകാരെയും ചീത്ത വിളിച്ചുകൊണ്ടാണ്. മനസ്സിലായോ? അത് എവിടെയെങ്കിലും പോട്ടെ, എവിടെയെങ്കിലും തൊലയട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും, അനാഥപ്രേതം പോലെ കിടക്കുന്ന നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളാണ്. പക്ഷേ ആ കമൻറ്റിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല എങ്കിൽ പോലും, പക്ഷേ ചില കാര്യങ്ങൾ സത്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഫോണെന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള അപ്പനും അമ്മയ്ക്കും ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് പല കാര്യങ്ങളും പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അവർ ചികഞ്ഞ് അന്വേഷിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഫോൺ വേണമെന്ന് പറയുമ്പോൾ അവർ മേടിച്ചു കൊടുക്കും. അവർ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു +1 +2 പഠിക്കുന്ന കുട്ടി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഫോണില്ല എങ്കിൽ എൻ്റെ പഠനം മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും എന്ത് ചെയ്യും? മേടിച്ചു കൊടുക്കും. കാരണം അവർക്ക് വേറെ വഴിയില്ല. പഠിക്കുന്നത് തടസ്സപ്പെട്ട് പോകുമെന്നാണ് പറയുന്നത്. അവിടെ റീസൺ പറയുന്നതാണ്, എൻ്റെ പഠനം തടസ്സപ്പെട്ടു പോകുമെന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫോണെന്ന് പറയുന്ന സാധനം അവർ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളാവും. ബാക്കിയുള്ള സമയം 20 മണിക്കൂറും അവർ ഈ ഫോൺ പഠിക്കാനായിട്ടല്ല ഉപയോഗിക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ 2 മണിക്കൂർ പഠിക്കാൻ ഉപയോഗിക്കും. ബാക്കി 18 മണിക്കൂറും അവർ ചാറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോകൾ കാണാനും, അവർക്ക് അത് കണ്ട് എന്താ പറയുക, കുളിരും പിന്നെ അങ്ങനൊരു വാക്കുണ്ടല്ലോ, അതിനാണ് കുളിര് കോരാനുമാണ് ഉപയോഗിക്കുന്നത്. അല്ല, സത്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ സംഭവം കണ്ടിട്ട് ഇവരങ്ങ് ലോകം എന്തോ കൈയടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഈ കൊച്ചു പിള്ളേരുടെ ഒരു അവസ്ഥ. മനസ്സിലായി? ഇവരങ്ങ് എന്തോ നേടിയെടുത്തെന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക്. കുറേ ഓൺലൈൻ വഴി കുറേ സാരിയും കുറേ ചുരിദാറും മോഡേൺ ഡ്രസ്സും ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇല്ലായ്മക്കാരനായ സാധാരണക്കാരനായ ജോലിയെടുത്ത് നടുവൊടിഞ്ഞ് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ കുടിക്കാത്ത, പുറത്ത് പോയി 10 പൈസ മുടക്കി ഒന്നും കഴിക്കാതെ ആ പൈസയും വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കാം എന്ന് ആഗ്രഹിക്കുന്ന തന്തേനെയും തള്ളേനെയും പറ്റിച്ചുകൊണ്ട് ഓൺലൈൻ വഴി കോപ്പിലെ ഡ്രസ്സുമൊക്കെ ബുക്ക് ചെയ്ത് അതങ്ങ് വലിയ സംഭവമായിട്ട് ഉടുത്തൊരുങ്ങി പുറത്ത് നടന്നു വെച്ച് ഈ കാണിക്കുന്ന തോന്നിയവാസം എന്ന് പറഞ്ഞാൽ, ഈ പാർക്കിലും ഈ പറയുന്ന പോലെ ഇപ്പോൾ കൊച്ചിയിൽ കണക്കെടുത്ത് നോക്കിയാൽ മതി. കൊച്ചിയിൽ ഇപ്പോൾ ഈ പറയുന്ന കൗമാരക്കാരായിട്ടുള്ള ആളുകളിലും അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിലും ഒക്കെയാണ് എയ്ഡ്സ് രോഗം എന്ന് പറയുന്നത്, HIV കൂടുതൽ വന്നിരിക്കുന്നതെന്ന് അവിടെ സർവേ റിപ്പോർട്ടുണ്ട്. കൊച്ചിയിൽ അവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ നിരന്തരം റൂം എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്നറിയാമോ? ഇതിനൊക്കെ നമ്മൾ മാതാപിതാക്കന്മാരെ പഠിച്ചിട്ട് കാര്യമില്ല. ഈ കോപ്പ് കണ്ടിട്ട്, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം കണ്ടിട്ട് അങ്ങ് ഒരു ഗതിയില്ലാത്തവനായിരിക്കും. അവൻ എവിടുന്നെങ്കിലും അമ്മയുടെ കെട്ടിത്താലി പണയം വെച്ചിട്ട് സിക്ക് ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് അവൻ അങ്ങ് വേറെ മുടി അറിയാമല്ലോ, ഇപ്പോഴത്തെ മുടിവെട്ടൊക്കെ അറിയാമല്ലോ, ആ മുടിയൊക്കെ വെട്ടി വലിയ സംഭവമായിട്ട് ഇവൻ ഒരു ജീൻസൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ കാണിച്ചു കൂട്ടി പൈസയൊക്കെ ഒപ്പിച്ച് 2 പുകയൊക്കെ എടുത്തിട്ട് ഇവൻ അങ്ങ് വലിയ ബൈക്കിൽ അങ്ങ് സെറ്റപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ കൊച്ചു പിള്ളേരുടെ വിചാരം ഇതെന്തോ വലിയ സംഭവമാണ്. എന്നാൽ ഇൻസ്റ്റയിൽ 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇവനേതോ ഒന്ന് മലമറിക്കുന്ന ഒരുത്തനാണെന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ ഇറങ്ങി പോകും. മനസ്സിലാകുന്നുണ്ടോ? ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്? എവിടെയെങ്കിലും ഈ മലയാറ്റൂർ പെൺകുട്ടീനെ നമ്മൾ കണ്ടാണ് കല്ലിനിടിച്ച് കൊന്നളെന്ന് പറഞ്ഞു. എന്താണ് അവൻ്റെ പ്രശ്നം? അവൻ ഇടിച്ച് കൊന്നത് എന്താണെന്നറിയോ? അവൾക്ക് വേറെ ആരോട്ട് അഫെയർ ഉണ്ടെന്നുള്ള സംശയം കൊണ്ടാണ്. എടാ മാറി, നീ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിൻ്റെ കൂടെ അവളുണ്ടല്ലോ. വേറെ ഒരുത്തിനോട്ട് അഫെയർ ഉണ്ടെങ്കിൽ ആ പാതിരാത്രിക്ക് അവൾ നിന്നെ വിശ്വസിച്ച് വരുമോ നിൻ്റെ കൂടെ? അപ്പോൾ അവൻ ഈ പറയുന്ന പോലെ, ഈ എട്ടും പൊട്ടും തിരിയാത്തവനൊക്കെ ഈ പറയുന്ന പോലെ 3 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 3 പെഗ് അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി കപ്പാസിറ്റി തീർന്നു. ഇവനൊക്കെ ഏതാണ്ട് 3 പെഗ് അടിച്ചും അങ്ങ് വലിയ ലോകം കയ്യിലടക്കിയെന്ന് പറഞ്ഞ് ആ പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് പോയി. ഇതിനകത്ത് തെറ്റ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇന്നലത്തെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വിഷമമാണ്, പറയണമെന്ന് തോന്നി എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കുറേ ഓൺലൈൻ വഴി കുറേ ഡ്രസ്സും ബുക്ക് ചെയ്ത് സിക്ക് ഇതുപോലെ തന്നെ ഫിനാൻസ് ചെയ്തൊരു ബൈക്കും എടുത്ത്
മുടിയൊക്കെ തോന്നിയതുപോലെയൊക്കെ വെട്ടി. നമ്മുടെയൊക്കെ കാലഘട്ടത്തിലൊക്കെ മുടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തന്തയും തള്ളയും മാത്രമല്ല നമ്മളെ തെറി വിളിക്കുന്നത്. നമ്മൾ മര്യാദക്കല്ല മുടി വെട്ടുന്നതെങ്കിൽ നാട്ടുകാരും വിളിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരും വിളിക്കും, സ്കൂളിലെ ടീച്ചേഴ്സും വിളിക്കും നമ്മളെ ചീത്ത. സത്യമല്ലേ? ചിന്തിച്ച് നോക്കിയേ. നമ്മൾ മുടി വെട്ടി നമ്മുടെ തോന്നിയ ദിവസം മുടി വളർത്തി വെച്ചും തോന്നിയ ദിവസം മുടിയും വെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ തന്തയും തള്ളയും മാത്രമല്ല നമ്മൾ ചീത്ത വിളിക്കുന്നത്, നമ്മുടെ ബന്ധുക്കാർ വിളിക്കും, നാട്ടുകാർ വിളിക്കും, ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വിളിക്കും, ഇറങ്ങടാ പുറത്തെന്ന് പറയും. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ടീച്ചറിനെ, പ്രിൻസിപ്പളിനെ പിടിച്ച് പുറത്തിറക്കിയാണ്. ചിന്തിച്ച് നോക്കിയേ. ഇപ്പം പ്രിൻസിപ്പളാണ് പുറത്ത്. കഴിഞ്ഞത് കണ്ടില്ലേ? നിങ്ങൾ നമ്മളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ചരിത്രം? നമ്മളാരെങ്കിലും ഇതുപോലെ കേട്ടിട്ടുണ്ടോ? ഇതാണ് ലോകം. ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, പ്രിൻസിപ്പളെ പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കുട്ടികളെയാണ് പിടിച്ച് പുറത്താക്കുന്നത്. ഏത് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നെന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. യൂണിഫോം അത് എന്തിനാണ് കളർ ഇട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രിൻസിപ്പളിനെ പിടിച്ച് പുറത്താക്കിയാണ്. എന്തിനാ? ചുരിദാറിട്ടുണ്ട് വന്നത്. അപ്പോൾ കാലം മാറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാഴ്ചകളും കഥകളൊക്കെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഒരിക്കലും മാതാപിതാക്കന്മാരെ കുറ്റം പറയരുത്. കമൻ്റ് ഇടുന്നവരായാലും ദയവ് ചെയ്ത് ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാരെ കുറ്റം പറയരുത്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനകത്തൊരു റോളും ഇല്ല. കാരണം അവരുടെ കൈവിട്ട് പോയി, അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം അതിന് പക്കയായിട്ട് ഒരു നിബന്ധന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു നിബന്ധന കൊണ്ടുവരാതെ ഒരിക്കലും ഈ പറയുന്ന തലമുറ നന്നാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫോണെന്ന് പറയുന്ന സാധനം ഈ പഠിക്കാനാണെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ കൊണ്ട് മേടിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ സ്വന്തം തന്തയും തള്ളയല്ല അവൻ്റെ മക്കൾക്ക് ആരാ മേടിച്ച് കൊടുക്കേണ്ടത്? അപ്പോൾ അവരിത് മേടിച്ച് കൊടുക്കും. അവർ കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കുന്ന പൈസ, ഒരു ചായ പോലും കുടിക്കാതെ ഉണ്ടാക്കുന്ന പൈസക്ക് ഇവർ പറയുന്നത് മേടിച്ച് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യണത്? ഇതിനകത്തിട്ട് ബുക്കിങ്ങാണ്, ബുക്കിങ്ങാണ്, കുത്തോട് കുത്തി ബുക്ക് ചെയ്തിട്ട് ഈ വരുന്ന സാധനമൊക്കെ കൊടുത്തവരെങ്കിൽ കൊണ്ടുപോയി നടന്ന് ഈ പറയുന്ന നാട്ടുകാരെ മുഴുവൻ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചില്ലെങ്കിൽ പിടിക്കത്തില്ല, പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ്. എന്നിട്ട് ഇതുങ്ങൾ ഈ പറയുന്ന പോലെ കഷ്ടപ്പെട്ട് മാതാപിതാക്കന്മാർ കൊണ്ടുവരുന്നത് ലാസ്റ്റ് അവർക്ക് ചീത്തപ്പേര്. എല്ലാം മേടിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ചീത്തപ്പേര്. ദയവ് ചെയ്ത് കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരം കേസുകളുണ്ടായാൽ, ഇത്തരം വാർത്തകൾ വന്നാൽ ദയവ് ചെയ്ത് നിങ്ങൾ മാതാപിതാക്കന്മാരുടെ പേരിൽ അവരെ പഴിച്ചുകൊണ്ട് കമൻ്റ് ഇടരുത്. കാരണം അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ മാതാപിതാക്കന്മാർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ സമൂഹത്തിനും അവരുടെ ബന്ധുക്കാർക്കും എല്ലാവർക്കും ആ കുട്ടിയുടെ മേൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ദയവ് ചെയ്ത് ഉണ്ടാക്കിയ തന്തേനെയും തള്ളേനെ മാത്രം പഴിചാരി രക്ഷപ്പെടരുത്. ആ കമൻ്റ് ഇടുന്നവർക്ക് പോലും ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മളുടെ മക്കൾ എല്ലാവരുടെയും മക്കളാണ്. നമ്മൾ ഒരു സമൂഹത്തിനും ബാധ്യതയുണ്ട്. ഒരു ചുറ്റുപാടിൽ വളർന്നു വരുമ്പോൾ ആ വ്യക്തി നല്ലതായില്ലെങ്കിൽ ആ സമൂഹത്തിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കുട്ടിയുടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്തരം മർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡനമോ എന്തെങ്കിലും കാര്യം വന്നാൽ ദയവ് ചെയ്ത് ആ കുട്ടിയുടെ മാതാപിതാക്കന്മാരെ പഴിക്കുന്ന ഒരു പ്രവണത നമ്മൾക്ക് നല്ലതല്ല. നമ്മൾ സമൂഹത്തിനും ഒരു വ്യക്തിയിൽ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാരണം ഇതാണ്. ഈ കോപ്പൊന്നും നിർത്താൻ പറ്റത്തില്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനമൊന്നും ഇനി നിൽക്കാനും പോകുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ വളർന്ന് പുതിയ ടെക്നോളജി ഇനി പുതിയത് കണ്ടുപിടിക്കും. മനസ്സിലായി? അങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇതൊന്നും നിൽക്കാനും നിർത്താനൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നാടോടുമ്പോൾ നടുവേ എന്ന് പറയുന്നത് പോലെ കുറേയൊക്കെ ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ യാദൃശ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഇന്നത്തെ തലമുറ കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തന്നെ തെറി പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാർത്തയിൽ ഇടം പിടിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. നിങ്ങളെ ഒരു കണ്ടൻറ്റാക്കി എടുക്കാൻ നിങ്ങൾ മനസ്സിലായോ പാത്രമാകാതിരിക്കുക. ഒരാളുടെ കണ്ടന്റിന് പാത്രമാകാതിരിക്കുക. അനാഥപ്രദം പോലെ എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്നതായിട്ടൊരു വാർത്ത വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മുഴുവൻ അത് കാണാനുള്ള സാഹചര്യമാകാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു വാർത്തയ്ക്ക് പാത്രമാകാതിരിക്കുക. ഓക്കെ, ശരി.